ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഫോക്സ് ബിസിനസിന് നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞത്, ഐ ഐ ഡു തിങ്ക് ഇന്ത്യ ഈസ് ദി വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രസി ആൻഡ് ദ US is the world's largest economy. I think at the end of the day we will come together എന്ന നിലയ്ക്ക് ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ട്. നിലവിൽ സംഘർഷാത്മകമായി തുടരുകയാണ് ഇന്ത്യ US ബന്ധമെങ്കിലും അവസാനം നമ്മൾ ഒന്നാകും, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്ന ഒരു സൂചന അദ്ദേഹം നൽകുന്നുണ്ട്. പക്ഷെ ട്രംപിന്റെ ഈ നയത്തിൽ വ്യക്തമാകുന്നത് അമേരിക്കയുടെ ഏജ് ഓൾഡ് പോളിസിയാണ്. അത് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസിയാണ്. അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിച്ച് അവർ പറയുന്നതിനനുസരിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ക്യാരറ്റ് തരും, അല്ലാത്ത ഘട്ടത്തിലെല്ലാം മൂർധാവിൽ നല്ല അടിയും തരും. ഇതിന്റെ ലാറ്റിൻ അമേരിക്കയിൽ അമേരിക്ക പ്രയോഗിച്ച ആ ഒരു നയം അതേ രൂപത്തിൽ തന്നെ പ്രയോഗിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ട്രംപിന്റെ നയത്തിൽ നയം ഒരിക്കലും വരാറില്ല. അദ്ദേഹമെല്ലാം ഡീലുകളാണ്. ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് നയതന്ത്ര ബന്ധമാണ് സ്ഥാപിക്കുക. എന്നാൽ ഈ നയതന്ത്ര ബന്ധത്തിന്റെ യഥാർത്ഥ അർത്ഥം ട്രംപിന്റെ സമീപനങ്ങളില്ല. അദ്ദേഹം ഡീൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് കച്ചവടത്തിന്റെ ഒരു ടേമാണ്. അപ്പം നമ്മളെ പരമാവധി സമ്മർദ്ദത്തിലാക്കി ഒരു അമേരിക്കക്ക് അനുകൂലമായ ഡീൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 2024 കണക്ക് പ്രകാരം $86.5 ബില്യൺ എക്സ്പോർട്ടാണ് ഇന്ത്യയിൽ നിന്നുണ്ടായത്. എന്നാൽ ഇമ്പോർട്ട് നമുക്ക് 45.3 ബില്യണേ ഉള്ളൂ. അപ്പൊ അമേരിക്കയുമായിട്ടുള്ള വ്യാപാരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭകരമാണ്. മാത്രമല്ല, ഇന്ത്യ ഏറ്റവും അധികം എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം അവരാണ്. 17.9% വരുന്നുണ്ട് 2029. അപ്പൊ ആ നിലയ്ക്ക് ഈ ചുങ്കവും അതിന്റെ കൂടെ പകരച്ചുങ്കവും അതിന്റെ കൂടെ നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള 20% കൂടെ കൂട്ടുമ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ടിനെ അത് ബാധിക്കും. ഇന്ത്യയുടെ നമ്മളുടെ വ്യവസായ മേഖലയൊക്കെ അത് ഗുരുതരമായി ബാധിക്കും. ഇപ്പൊ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ 13.9% തുണിത്തരങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്നത്. അത് 63.9% വർദ്ധിക്കും. നെയ്ത്ത് തുണി വോവൻ ടെക്സ്റ്റൈൽസിലെ 10.3% നിലവിലുള്ള താരിഫ്. അത് 60.3%. ചെമ്മീനിൽ 10% നിലവിലുള്ളത്. അത് 60%. റെഡിമെയ്ഡ് തുണിയിൽ 9%. അത് 59% മാറും. അപ്പൊ മെഷീനറിയിലേക്ക് എത്തുമ്പോൾ 1.3% നിലവിലുള്ളത്. അത് 51.3% ഇത് തീർച്ചയായിട്ടും ഇന്ത്യൻ എക്സ്പോർട്ടിനെ ബാധിക്കും. നമ്മളുടെ GDP-യിൽ തന്നെ 0.4 to 0.6 0.4 മുതൽ 0.6 വരെ ശതമാനം ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ, സമുദ്രോൽപ്പന്ന മേഖലയിൽ നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകും. കാരണം ഓരോ വർഷത്തേക്കുള്ള കോൺട്രാക്റ്റിലാണ് പലപ്പോഴും ചെമ്മീൻ അടക്കമുള്ള വസ്തുക്കൾ, ഞണ്ട് അങ്ങനെയുള്ള വസ്തുക്കൾ നമ്മൾ കയറ്റുമതി ചെയ്യുന്നത്. അതിന്റെ വ്യാപാരം ഒരു വർഷത്തേക്ക് നമുക്ക് പകരം ഒരു വിപണി കണ്ടെത്താൻ പ്രയാസമാണ്. അതേസമയം തുണിത്തരങ്ങളെയോ പരവതാനി അല്ലെ ഫർണിച്ചർ, രത്നം, സ്വർണം, അലൂമിനിയം, ചെമ്പ്, സ്വർണം, മെഷീനറി, ഇതിനൊക്കെ നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സോഴ്സസ്, ആൾട്ടർനേറ്റീവ് മാർക്കറ്റുകൾ കണ്ടെത്താൻ സാധിക്കും. അതേസമയം ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, വിശിഷ്യ സമുദ്രോൽപ്പന്നങ്ങളുടെ മേഖലയിൽ നമ്മൾ അടിയന്തരമായി ഇടപെടേണ്ടി വരും. വലിയ നഷ്ടം ആ മേഖലയിൽ ഉണ്ടാവും. അതേസമയം നേരത്തെ പാനലിസ്റ്റുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഒരു രാഷ്ട്രീയ സമരം കൂടിയാണ്. 2001 അമേരിക്ക ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം പ്രഖ്യാപിച്ചത് മുതൽ ജോർജ് W. ബുഷ് ജൂനിയർ, പിന്നീട് 2 ടേം ബാരക് ഒബാമ, അതിനുശേഷം 1 ടേം ഡൊണാൾഡ് ട്രംപ്, ഇത്രയും കാലം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പടിപടിയായി ബന്ധങ്ങൾ വളർന്നു വരികയും ഇപ്പോൾ വളരെ ശക്തമായ ഒരു ബന്ധം നിലനിൽക്കുകയാണ്. അപ്പൊ ഇന്ത്യയുടെ ഒരു ട്രസ്റ്റഡ് ഫ്രണ്ട് എന്ന നിലയിലും, അമേരിക്കയാണെങ്കിൽ ഏഷ്യൻ മേഖലയിലും യൂറോ ആഫ്രിക്കൻ മേഖലയിലൊക്കെ അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യം എന്ന നിലയിലും ഒക്കെ വളരെ അടുത്ത സൗഹൃദം നിലനിൽക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്കുണ്ടായിരുന്നത്. മാത്രവുമല്ല, മോഡിയുമായിട്ടുള്ള പേഴ്സണൽ സൗഹൃദം. ഇവിടെയാണെങ്കിൽ നമ്മൾ നമസ്തേ ട്രംപ് എന്ന് പറഞ്ഞ് ട്രംപിനെ സ്വീകരിക്കുന്നു, അവിടെ ഹൗഡി മോഡി എന്ന് പറഞ്ഞ് മോഡിയെ സ്വീകരിക്കുന്നു. ഇതെല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിത്രം നമ്മളുടെ മുന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം മാഹ വന്നതോടുകൂടി അമേരിക്കയെ വീണ്ടും മഹത്തായ രാജ്യമാക്കണമെങ്കിൽ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളുടെ ചെലവിലെ അത് നടക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പകര ചുങ്കം, അതുപോലെ ശിക്ഷാ നടപടി എന്ന നിലയിൽ 20% ചുങ്കവും നമ്മളുടെ മേലെ ചുമത്തിയിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിനെ അതിജീവിക്കുക എന്നുള്ളത്
ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും പ്രയാസമുള്ള കാര്യമല്ല. കാരണം ലോകം ബഹുദ്രവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ഏകപക്ഷീയമായി ഒരു ഹെജിമൺ എന്ന നിലയ്ക്ക് ആഗോള താല്പര്യങ്ങൾ മുഴുവൻ സംരക്ഷിക്കുന്ന, നിയന്ത്രിക്കാൻ കഴിയുന്ന ഒറ്റ ശക്തി എന്ന നിലയിൽ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ ഹെജിമോണിക് പൊസിഷൻ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലോകം ബഹുദ്രവമായിരിക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരുപക്ഷെ ആഗോളീകരണത്തിന്റെ തുടക്കകാലത്തൊക്കെ വന്ന ഇന്ത്യ, ചൈന, റഷ്യ സൗഹൃദമാണ്. ഈ സൗഹൃദം യാഥാർത്ഥ്യമായിരുന്നു എങ്കിൽ ഇന്ത്യ വികസന കുതിപ്പിലേക്ക് പോകാൻ കഴിയും എന്ന് മാത്രമല്ല, അതിന് സ്വന്തം നിലയ്ക്ക് ശക്തമാകാനുള്ള സാഹചര്യവും ഉണ്ടാകുമായിരുന്നു. അത് യാഥാർത്ഥ്യമാകാത്തതിന് കാരണം ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിലുള്ള വിള്ളലുകളുണ്ട്. ഇപ്പൊ അമേരിക്കയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ചരിത്രപരമായി നമുക്ക് ചൈനയും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം 1962 യുദ്ധത്തെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് കാണുന്നുണ്ട്. അമേരിക്കയെ ചൈനയെ വെച്ച് റീപ്ലേസ് ചെയ്യാം എന്നൊക്കെയുള്ള അത് യാഥാർത്ഥ്യമാക്കാൻ പ്രയാസമുള്ള കാര്യം മാത്രമേ അത് കാണാനാകൂ.